നമുക്ക് ഒരു നല്ല നാടൻ മട്ടൻ കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. ഇത് പക്ക നാടൻ സ്റ്റൈലിൽ വെച്ച ഒരു നല്ല ടേസ്റ്റുള്ള ഒരു മട്ടൻ കറിയാണ്. എല്ലാവർക്കും മട്ടൻ കറി വെക്കാൻ അറിയാം. പലരും പല വിധത്തിൽ പല രീതിയിലാണ് മട്ടൻ കറി വെക്കുന്നത്. ഈ രീതിയിൽ മട്ടൻ കറി വെച്ചിട്ട് ഒന്ന് ചോറുണ്ട് നോക്കൂ. അതായത് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ചോറിന് നമ്മൾ വേറെ കറികളൊന്നും എടുക്കരുത്, ചോറിൽ ഒഴിക്കാനും വേറെ ഒരു കറി എടുക്കരുത്. ഈ ഒരു മട്ടൻ കറി മാത്രം ചോറിലൊഴിച്ച് ഒന്ന് ചോറുണ്ട് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനൊരു 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 മുറി തേങ്ങ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി പല്ല് പോലത്തെ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലൊന്ന് വറുത്തിടാൻ വേണ്ടിയാണ്. ഇനി നമുക്കതിലോട്ട് വഴറ്റിയിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. ഒരു കൈ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വലിയ സവാളയെങ്കിലും ഒന്ന്, മീഡിയം സൈസെങ്കിൽ 2 സവാള ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം, കാരണം മട്ടൺ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനമല്ലേ. കുറച്ച് 13-14 വരെ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കാരണം 1 കിലോ മട്ടൺ ഉണ്ട് നമുക്ക്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ ഈ തേങ്ങയുടെയൊക്കെ ആ മണം ആ കറിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അത് പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ ഇത് ചെയ്താൽ ആ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് അതേ കടായിൽ ഒന്ന് കടുക് വറുത്തതിന് ശേഷം അല്പം കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി എത്രയും കൂടുതൽ ഇടാമോ അത്രയും നല്ലതാണ്, കാരണം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ മട്ടൺ ഡൈജസ്റ്റ് ആകാനായിട്ട് കുറച്ച് താമസിക്കുന്നത് കൊണ്ട് നമുക്ക് വയറിനൊരു സുഖം കിട്ടും. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. അകമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് വഴണ്ട് കിട്ടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തേണ്ടാൽ മതി. ഇനി നമുക്ക് അത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് അകമൊക്കെ നന്നായിട്ട് വേകുന്നത് പോലെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. എണ്ണ ആവശ്യം വരികയാണെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ചെറു തീയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തവിയുടെ ചെവിട് വെച്ച് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി കുറച്ച് തിക്നെസ് ആയിട്ട് കിട്ടും. ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നാരങ്ങ പുരട്ടി വെച്ചിരുന്ന മട്ടൺ നന്നായിട്ടൊന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം ആ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തവിയുടെ ആ ഒരു അറ്റം വെച്ചിട്ട് അടിയോട് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ ഈ മട്ടണിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. ഞാനൊരു 1 കിലോ മട്ടണിന് 1 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടൊരു 6 വിസിലടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മട്ടൺ കറി നമുക്ക് റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ തേങ്ങയൊക്കെ വറുത്തിടുന്നത് കാരണം, നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്തത് കാരണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലല്ല വെച്ചിട്ടുള്ളതെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.